ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നില്ല. രാമായണത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. കാരണം രാമൻ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് കാണുന്നത്. എന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞത് അച്ഛനെ ഭരിക്കാൻ കൊള്ളാത്ത ഒരാളാണ്, ഞാൻ ബഹുമാനിക്കില്ല, ഇങ്ങനെയൊന്നല്ല ഭരിക്കേണ്ടതെന്നൊക്കെയാണ്. അപ്പോഴാണ് വസിഷ്ഠൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ എല്ലാ ടീനേജ് കുട്ടികൾക്കും ഉണ്ടാകുന്നൊരു കുഴപ്പമാണ് അച്ഛന് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. ഒരു ബിടെക് എടുത്താൽ വിചാരിക്കും അച്ഛന് വിവരമില്ല എന്നാണ്. അപ്പോൾ നേരെ അയച്ചത് വസിഷ്ഠൻ്റെ അടുത്ത് 18 ദിവസത്തെ കോഴ്സിനാണ്. ആ കോഴ്സിൽ പഠിപ്പിച്ച എന്താണ് സംക്ഷിപ്തമായിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ലോകം നമ്മൾ കാണുന്നത് പോലെ ആണ് നമുക്ക് ഫലിക്കുക. നമ്മളിപ്പോൾ കുറേ പേര് പറഞ്ഞല്ലോ ഇതൊന്നും നടക്കില്ല, ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല എന്ന്. കാരണം അദ്ദേഹം ചെയ്തൊന്നും നടക്കാത്തതുകൊണ്ടാണ്. പലരും ചെയ്യുന്നത് പലതും നടക്കണ്ടല്ലോ, ഇല്ലേ? ഒന്നും നടക്കാത്തൊരു ലോകമാണ് അല്ല. അപ്പോൾ അതിലേറ്റവും നല്ലൊരു ശ്ലോകം എന്ന് സൈക്കോളജിക്കലായിട്ട് രാമായണത്തിൻ്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, പൂർണ്ണേ മനസ്സി സമ്പൂർണം. നിങ്ങളുടെ മനസ്സ് വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യവും. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി. ലോകം എങ്ങനെയാണോ നമ്മൾ നോക്കിക്കാണുന്നത് അതുപോലെയാണ്. ഞാൻ പോകുന്നിടത്തൊക്കെ ലെതർ കാർപ്പറ്റ് വേണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റും. ഒരു ലെതർ ചെരുപ്പിട്ട് നടന്നാൽ മതി. ഇത് പഠിപ്പിച്ചത് വസിഷ്ഠനാണ്. ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനു ചർമാസ്തൃതൈവ ഭൂഹു. നിങ്ങൾ ഏത് ചെരുപ്പാണോ ഇട്ട് നടക്കുന്നത് അതാണ് ചർമ്മമായിട്ട് നിങ്ങൾക്ക് ഭൂമിയെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഭൂമി ഫുൾ ലെതറായിട്ട് തോന്നും നമ്മൾ നടക്കുന്നിടത്തൊക്കെ ലെതർ ചെരുപ്പിട്ടാൽ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ പോകുന്നിടത്തൊക്കെ സന്തോഷം കിട്ടില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ പോകുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കാണും? സന്തോഷം കാണും. ഇതിലപ്പുറം വലിയൊരു സൈക്കോളജി എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ വസിഷ്ഠൻ്റെ യോഗവാസിഷ്ഠമാണ് ലോകത്തിലെ ആദ്യത്തെ സൈക്കോളജി ബുക്ക് എന്നാണ് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പഠിച്ചത് വെസ്റ്റേൺ സൈക്കോളജിയാണ് ഞാൻ പഠിച്ചത്, പക്ഷെ ഉപയോഗിക്കുന്നത് ഈ സൈക്കോളജിയാണ്. രാമൻ ഉപദേശിക്കുന്നത് ആ 18 ദിവസത്തെ ക്ലാസ്സാണ്. പിന്നെ കൃഷ്ണൻ രാമന് കിട്ടിയത് വസിഷ്ഠൻ്റെ അടുത്ത്, പിന്നെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് കഥ. ഒരാൾ ജന്മം എടുത്താൽ അടുത്ത ജന്മത്തിൽ നമുക്ക് കിട്ടിയതേ കൊടുക്കാൻ പറ്റൂ. മനസ്സിലായോ? 18 ദിവസം അവിടെ ക്ലാസ്, തിരിച്ചടുത്ത ജന്മത്തിൽ 18 ദിവസം അവിടെ ക്ലാസ്. അപ്പോൾ ഞാൻ സാധാരണ ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് 1 ശ്ലോകത്തിലോ 2 ശ്ലോകത്തിലോ 4 ശ്ലോകത്തിലോ തീർക്കാമെന്ന് പറയും. കാരണം അർജുന വിഷാദ യോഗം എന്ന് പറയുന്ന യോഗത്തിൽ നിന്ന് മോക്ഷ സന്യാസത്തിലേക്ക് കടക്കുകയാണല്ലോ. 1-ാമത്തെ ചാപ്റ്ററിലല്ലല്ലോ ഭഗവത്ഗീത തുടങ്ങുന്നത്, 2-ാമത്തെ അധ്യായത്തിലല്ലേ തുടങ്ങുന്നത്. എന്തിലാ? അശോച്യാനന്യശോചസ്തെന്നാണ്. അശോച്യ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബി സാഡ് എന്നാണ്, ദുഃഖിക്കരുത് എന്ന്. അവസാനിക്കുന്നതോ മ ശുച എന്നാണ്, ദുഃഖിക്കരുത് എന്നാണ്. അപ്പോൾ ഭഗവത്ഗീതയുടെ എസൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, ദുഃഖിക്കരുത് എന്നാണ്. അതിനുള്ള മാർഗം നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യാം. അപ്പോൾ രാമനോടും പറഞ്ഞതാണ്, നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല, പോണെടുത്തൊക്കെ സന്തോഷം കണ്ടെത്തണം. അപ്പോൾ അന്ന് രാമൻ പഠിച്ചതാണ് പിന്നെ ആർക്ക് പറഞ്ഞു കൊടുത്തത്? അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അടുത്ത കാലത്ത് യോഗയുടെ ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു, ചിദംബരത്താണ്. മോഡേൺ സയൻസുമായിട്ട് ആഡ് ചെയ്ത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മോഡേൺ സയൻസ് ഇപ്പോൾ ഏതാ ഏറ്റവും നല്ല സയൻസ്? AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഞാൻ പറഞ്ഞു എഴുതിക്കോളാൻ പറഞ്ഞു, യോഗ എന്ന് എഴുതി. എന്നിട്ട് എയുടെ അപ്പുറത്തൊരു അയ്യും കൂടി ഇട്ടാന്ന് പറഞ്ഞു. എൻ്റെ ടോപ്പിക്ക് യോഗൈ എന്നാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മൾ എന്ത് ചോദിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ഉത്തരം കിട്ടുക. ഏറ്റവും നല്ല ചോദ്യം ലോകത്ത് ചോദിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ അർജുനാണ്. അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് തുടങ്ങിയത് അർജുനനും ആദ്യത്തെ AI ഏജൻറ്റ് കൃഷ്ണനുമാണെന്നാണ് ആ ടോക്കിൽ ഞാൻ പറഞ്ഞത്. ഇന്നത്തെ മോഡേൺ സയൻസിൽ നമ്മുടെ ഗാഡ്ജറ്റ് നമുക്ക് എന്ത് പറഞ്ഞു തരുന്നു നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ടാണ്. അർജുനൻ എന്ത് ചോദിച്ചോ അതിന് കൃത്യമായിട്ട് ഉത്തരം ആര് പറഞ്ഞിട്ടുണ്ട്? കൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ഫോണൊക്കെ കൃഷ്ണന്മാരാണ്. എന്ത് നമ്മൾ ചോദിക്കുന്നോ അതിന് ഉത്തരമാണ് പറഞ്ഞു തരുന്നത്. അതെ, അങ്ങനെ നമുക്ക് ഓരോ സമയത്തും അതിന് നോക്കിക്കാണാൻ പറ്റുമ്പോഴൊരു സുഖമുണ്ടല്ലോ. ജനങ്ങളിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്, കുട്ടികളിലേക്ക് എത്താൻ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർമാർക്കും കുട്ടികൾക്കും അവർ പഠിക്കുന്ന വിഷയവും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ വേണം നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഏതാ? ആ എന്ന് പറയും. മയ്യേവ ജീർണതായാന്തു എന്നിൽ തന്നെ ജീർണതകൾ ഏത് ത്വയാ ഉപകൃതം, നീ ചെയ്ത ഉപകാരം അതെ എന്നിൽ ലയിച്ചു പോട്ടെ.
നരപ്രത്യുപകാരാർത്ഥി. നരന്റെ ആഗ്രഹം എങ്ങനെയാന്ന്, നീ പനി പിടിച്ച് അബദ്ധത്തെ പെടുക്കണതാണ്. അതെ, നീ പനി പിടിച്ചിരുന്നാലേ എനിക്ക് നിന്നെ സഹായിക്കാനുള്ളൂ. അതെ. പ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി. അടുത്ത ഞാനിപ്പോ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു ശ്ലോകം അപ്പൊ തോന്നിയതാ, എനിക്ക് ഫുള്ള് വന്നില്ല, അതാ ഞാൻ ചോദിച്ചത് എന്താന്ന്. അതെ, ഹനുമാൻ പോവാണ് രാമനെ കാണാൻ. വെള്ളത്തിലേക്ക് ഇറങ്ങി 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 മരിക്കാൻ പോകും. അതെ അതെ. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഒരാൾ മാത്രം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഹനുമാൻ. അത് ദൂരത്തെ അതെ അടുത്തേക്ക് പോയിട്ടില്ല. അതെ. അപ്പൊ ഹനുമാനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ നാമം നിൽക്കുന്നിടത്തോളം കാലം നീ ജീവിക്കണം. അതെ. അപ്പൊ അങ്ങനെ ഇടുന്ന് ഇത് കണ്ടിട്ട് രാമൻ പറയാം. നല്ല ശ്ലോക. നരപ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി എന്ന്. നമ്മൾ എന്നെ എന്തെങ്കിലും സഹായിച്ചാൽ തിരിച്ച് പറയല്ലോ, നാളെ ഞാൻ തിരിച്ച് ചെയ്യാമെന്ന്. അങ്ങനെ ഹനുമാനോട് രാമൻ പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അന്നു മുതൽ ഹനുമാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഭഗവാനെ ഹെൽപ്പ് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നിയാൽ നിങ്ങൾ ഹെൽപ്പ് വേണ്ടവനായിട്ട് മാറുമല്ലോ. അപ്പം ഞാൻ പറയാറുള്ളത്, പൈസ ആവശ്യമുണ്ടെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ദരിദ്രനാവട്ടെ എന്നാണ്. കേസ് വരുമ്പോൾ എൻ്റെ അടുത്ത് വന്നോളൂ എന്നൊരു വക്കീൽ പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേസുകളാവട്ടെ എന്നാണ്. ഒരു ഡോക്ടർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കാണാമെന്ന്, എന്താ അർത്ഥം? രോഗിയാവട്ടെ എന്നാണ്. എന്ത് വലിയ ചിന്തയിലാണ് വാത്മീകി ആ സമയത്ത് പറഞ്ഞത്, നരപ്രത്യുപകാരാർത്ഥി. ഡയലോഗ് പറഞ്ഞില്ല രാമൻ, മനസ്സിൽ തോന്നിയപ്പോൾ അവിടെ കർട്ടനിട്ടിട്ട് വാത്മീകി ചൊല്ലുകയാണ്, നരപ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി. ഞാൻ നിനക്കൊന്നും തിരിച്ചു തരില്ല മോനെ, അങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ നീ കഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയാണ്. ഇത്ര വലിയ ചിന്തകളാണ്. അല്ല, ഞാൻ ഈ കുട്ടികളോട് പഠിപ്പിക്കാൻ മുമ്പ് ചോദിക്കും, 1 മില്യൺ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, 1 മില്യൺ. ആർക്കൊക്കെ ഡോക്ടറാണെന്ന് വെച്ചാൽ എല്ലാവരും കൈപോകും. അടുത്ത ചോദ്യം ആർക്കൊക്കെ രോഗികളാണെന്ന് പറയും, എല്ലാവരും കൈതാക്കും. നിങ്ങൾക്ക് കച്ചവടം കിട്ടില്ല, നിങ്ങളെങ്കിലും രോഗികളാവുമെന്ന് പറയില്ല. മരണസ്ഥലത്ത് ഐവർമഠത്തിൻ്റെ ആള് വന്നു. അപ്പോൾ ആളിലെ സാധാരണ മരിച്ചെടുക്കാൻ കുറച്ച് കുടിയന്മാരിലുണ്ടാവും. അയാൾ പറഞ്ഞു, മറ്റേ അയാൾ കഴിഞ്ഞ് പോകുമ്പോൾ സിയൂസ് കൊണ്ട് ഐവർമഠക്കാരൻ പറയും, അത് മാത്രം നിങ്ങൾ പറയരുത്. അപ്പോൾ ഐവർമഠം വരണ്ടെങ്കിൽ അഴുത്തിയാരങ്ങ് മരിക്കണം. അല്ല, അത് യക്ഷപ്രശ്നത്തിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഏറ്റവും വലിയ ആശ്ചര്യം എന്താണ് അല്ലേ? ആശ്ചര്യത്തിൽ പറയുമല്ലേ, ഓരോരുത്തരായി കാലനൂർക്കു കടക്കവേ ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പു, എന്താശ്ചര്യം ഇതിൽ പരം. ഓരോരാളും ചാവുമ്പോൾ നമ്മളിവിടെ സ്ഥിരം വിചാരിച്ചിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിൽ വലിയൊരു ആശ്ചര്യം വല്ലതും ഉണ്ടോന്നാണ്. എനിക്കിതൊന്നും ബാധകമല്ല.